തെലങ്കാനയിലും കർണാടകയിലും കേരളത്തിലും തമിഴ്നാട്ടിലുമൊക്കെ NDAക്ക് കുത്തനെ വോട്ട് ഷെയർ കുറയും എന്നുള്ള കൃത്യമായ സർവേ ABP ഇന്ത്യ ടുഡേ സർവേയിൽ വന്നിരിക്കുന്നു. ഇതിനോടകം തന്നെ BJPക്ക് വലിയ അമ്പരപ്പാണ്. കാരണം ദക്ഷിണേന്ത്യയിൽ നിന്നുകൂടി സീറ്റുകൾ കിട്ടിയാലേ അവർ പറഞ്ഞ ഒരു ടാർഗറ്റിലേക്ക് അടുത്തെങ്കിലും എത്താൻ കഴിയുകയുള്ളൂ എന്നവർക്കറിയാം. ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടാൻ പോലും വലിയ രീതിയിൽ ബുദ്ധിമുട്ടുന്ന ഈ സാഹചര്യത്തിൽ ചുമ്മാ ഗീർവാണം മാത്രം വിട്ടതുകൊണ്ട് കാര്യമില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെന്റിൽ പറഞ്ഞത് BJP ഒറ്റയ്ക്ക് 370 സീറ്റുകൾ പിടിച്ചെടുക്കുമെന്നാണ്. എന്നാൽ കോൺഗ്രസിൻ്റെ വലിയ മുന്നേറ്റമാണ് ദക്ഷിണേന്ത്യയിൽ കാണാൻ കഴിയുന്നത്. അതും കർണാടകയിലും തെലങ്കാനയിലും കോൺഗ്രസിൻ്റെ ഒരു വലിയ മുന്നേറ്റം, സമാനതകളില്ലാത്തൊരു മുന്നേറ്റം. തെലങ്കാനയിൽ മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയാണ്. കർണാടകയിൽ അവിടെ DK ശിവകുമാറും സിദ്ധരാമയ്യയും അതിശക്തമായി ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഈ രണ്ട് സംസ്ഥാനങ്ങളിൽ നിന്നുമായി കോൺഗ്രസിന് ഏറ്റവും കുറഞ്ഞ പക്ഷം 40 സീറ്റുകളെങ്കിലും 45 ലോക്സഭാ സീറ്റുകളുള്ള ഈ രണ്ടിടത്തു നിന്നും നേടിയെടുക്കും എന്ന് ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. വോട്ട് ഷെയറിൻ്റെ കാര്യത്തിൽ ദക്ഷിണേന്ത്യയിൽ BJPയേക്കാൾ 20% അധികം വോട്ട് ഷെയർ നേടാനുള്ള കൃത്യമായ സാധ്യതയുണ്ടെന്നാണ് സർവേ പോളിൽ വ്യക്തമാക്കുന്നത്. മാത്രമല്ല, ദേശീയ വിഷയങ്ങളിൽ പലതും കൃത്യമായി കോൺഗ്രസ് അനുകൂലമായി ഭവിക്കാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. കോൺഗ്രസിൻ്റെ ദേശീയ നേതാവായ രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന കേരളത്തിലാണ്. AICCയുടെ ജനറൽ സെക്രട്ടറിയായ KC വേണുഗോപാൽ മത്സരിക്കുന്ന ആലപ്പുഴയിലാണ്. ഇത്തരത്തിലുള്ള ഒരുപാട് ഫാക്ടർ ദക്ഷിണേന്ത്യയിൽ കോൺഗ്രസിനെ ബഹുദൂരം മുന്നിലെത്തിക്കാൻ സാധ്യമാകുന്ന കാര്യമാണ്. കേരളത്തിൽ ആണ് മത്സരിക്കുന്നെങ്കിൽ പോലും ദക്ഷിണേന്ത്യയിൽ ഇതുണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് വളരെ വലുതാണ് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. ഉത്തരേന്ത്യയിലെ സീറ്റുകളിൽ പോലും വലിയ രീതിയിലുള്ള വിള്ളൽ ഉണ്ടാകാനുള്ള എല്ലാ രീതിയിലുള്ള സാധ്യതകളും മുന്നിൽ കാണുന്നുണ്ട്. ഉത്തരേന്ത്യയിലെ സീറ്റുകളിൽ ഉണ്ടാകുന്ന വിടവ് എന്ന് പറയുന്നത് എടുത്തു പറയേണ്ട ഒരു നഷ്ടം തന്നെയായിരിക്കും. മറ്റ് പല സംസ്ഥാനങ്ങളിൽ നിന്നും ഗണ്യമായി സീറ്റുകൾ കുറഞ്ഞാൽ ഒരുപക്ഷെ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം എന്ന രീതിയിലേക്ക് പോലും കടക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് കോൺഗ്രസ് ഇപ്പോഴും പറയുന്നത് 2004 ആവർത്തിക്കും എന്ന്. 2004 സാഹചര്യം നമുക്കറിയാം. അന്ന് കോൺഗ്രസിന് 145 ലോക്സഭാ സീറ്റുകൾ ലഭിച്ചപ്പോൾ BJP അടൽ ബിഹാരി വാജ്പേയിയുടെ ചിറകിലേന്തി അന്ന് തെരഞ്ഞെടുപ്പിനെ നേരിട്ടപ്പോൾ ലഭിച്ചത് വെറും 138 സീറ്റുകളായിരുന്നു. അന്ന് കോൺഗ്രസ് ആയിരുന്നു ഏറ്റവും വലിയ ഒറ്റകക്ഷി എന്നുള്ളത് കൊണ്ട് തന്നെ കോൺഗ്രസിനെ അവിടെ സർക്കാർ ഉണ്ടാക്കാനാണ് രാഷ്ട്രപതി ക്ഷണിച്ചത് എന്നതുകൂടി നമ്മൾ ഓർമ്മിക്കേണ്ടതാണ്. അതിൻ്റെ ഒരു തനി ആവർത്തനം വീണ്ടും ലോക്സഭയിൽ ഉണ്ടാകാനുള്ള എല്ലാവിധ സാധ്യതകളും ഇവിടെ വരുന്നു. ലോക്സഭയിൽ ഒരു തൂക്കുസഭയിലേക്ക് കാര്യങ്ങൾ എത്തുമോ എന്നുള്ളതാണ് ഇന്ത്യ ഉറ്റുനോക്കുന്ന ഒരേ ഒരു കാര്യം.